വിഷ്ണു പ്രസാദ്, ഇന്നലെ രാത്രി പുലരുവോളം നീണ്ട ചർച്ച, ഒരുപക്ഷെ ഇത്രത്തോളം വലിയ ചർച്ച നടന്നത് എന്തിനു വേണ്ടി എന്നുള്ള ആകാംക്ഷ, ഉദ്വേഗഭരിതമായിട്ടുള്ള മണിക്കൂറുകളൊക്കെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ ഏകാഭിപ്രായത്തിൽ ഒരു പട്ടികയുണ്ട് എന്ന് വി.ഡി. സതീശൻ പറയുമ്പോൾ കാര്യങ്ങൾ ആ രീതിയിൽ തന്നെയാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? എംപിമാരുടെ കാര്യത്തിൽ ആ സസ്പെൻസ് അതുപോലെ തന്നെ തുടരുകയും ചെയ്യുന്നു. അപ്പോൾ കോൺഗ്രസിൽ ചർച്ചകൾ അവസാനിക്കുമ്പോൾ, മാരത്തൺ ചർച്ചകൾ അവസാനിക്കുമ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ, അതോ ഈ കൈക്കുള്ളിൽ കാര്യങ്ങളെല്ലാം ഭദ്രമായി തുടരുമോ? എന്താണ് നമുക്കറിയാൻ കഴിയുന്ന വിവരം വിഷ്ണു? നിലവിലുള്ള സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഈ എംപിമാർ മത്സരിക്കുന്ന കാര്യത്തിലെല്ലാം തന്നെ ഒരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ടായിരുന്നു. കാരണം കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ ചെലുത്തുന്ന ഒരു സമ്മർദ്ദം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് മേൽ അത്രമേൽ വർദ്ധിച്ചിരുന്നു. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഇന്നലെ പരിഹരിക്കാൻ സാധിച്ചു എന്നതാണ് ഒരു സൂചനയാണ് ഇപ്പോൾ നമ്മളോട് അല്പസമയം മുൻപ് പ്രതികരിച്ച KPCC അധ്യക്ഷനും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും നൽകിയിട്ടുള്ളത്. 5 സീറ്റുകളിൽ ഒഴികെ ബാക്കിയുള്ള സീറ്റുകളിൽ ഉടൻ തന്നെ പ്രഖ്യാപനമുണ്ടാകും. ഇന്ന് രാവിലെ തന്നെ അത് സംബന്ധിച്ച ഒരു ലിസ്റ്റ് പുറത്തു വരും. അതിനുശേഷം ഇന്ന് ഉച്ചയോടുകൂടി അവശേഷിക്കുന്ന 5 സീറ്റുകളിൽ കൂടി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ KPCC അധ്യക്ഷനും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങളായി ഡൽഹിയിൽ വിവിധ തലങ്ങളിൽ ചർച്ചകൾ നടക്കുകയായിരുന്നു. ഈ 3 ദിവസങ്ങളിലായി നടന്ന ചർച്ചകൾക്കൊടുവിലാണ് പല സീറ്റുകളിലും വേറെ സംശയങ്ങൾ നിലനിന്നിരുന്ന ഒന്നിലേറെ പേരുകൾ ഉണ്ടായിരുന്ന സീറ്റുകളിലെല്ലാം തന്നെ ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സാധിച്ചത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്. കോൺഗ്രസിൽ കാര്യമായ തർക്കങ്ങളില്ല എന്ന് തന്നെയാണ് നേതൃത്വം ആവർത്തിക്കുന്നത്. പ്രധാനമായും നമുക്കറിയാം, പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളി അടക്കമുള്ളവർ സീറ്റിനായി രംഗത്തെത്തിയിരുന്നു. സിറ്റിംഗ് MLA ആണ് അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വിവാദങ്ങളേറെ നിലനിന്നിരുന്ന പല സീറ്റുകളും ഉണ്ടായിരുന്നു. ആ സീറ്റുകളെ സംബന്ധിച്ചെല്ലാം തന്നെ ഇന്നലെ ചേർന്ന യോഗം ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടെ കൊച്ചി പോലെയുള്ള ചില സീറ്റുകളിൽ ചില വ്യക്തത കുറവുണ്ടായിരുന്നു. അപ്പോൾ അത് സംബന്ധിച്ച ചില ചർച്ചകൾ ഉണ്ടായിരുന്നു. പ്രധാനമായും ഇന്നലെ നടന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഒരു ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്കെടുത്ത വിഷയമായിരുന്നു എംപിമാരുടെ മത്സരിക്കാനുള്ള സാധ്യത. അതിൽ പ്രധാനപ്പെട്ടത് സുധാകരൻ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചതുമാണ്. തുടർന്നാണ് ഇന്നലെ 2 ഘട്ടമായി തന്നെ CEC ചേരേണ്ടി വന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം 2ാം ഘട്ടം നടന്നത് മല്ലികാർജുൻ ഖാർഗെയുടെ വീട്ടിലാണ്. അർദ്ധരാത്രി പിന്നിട്ട് 2:30 കൂടിയാണ് യോഗം അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ V.D. സതീശനും KPCC അധ്യക്ഷനും മറ്റ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി അംഗങ്ങളും മധുസൂദൻ മിസ്ത്രിയും എല്ലാം തന്നെ ഖർഗെയുടെ വീട്ടിലെത്തി ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രി ഏറെ വൈകി നേതാക്കളെല്ലാം ഡൽഹി കേരള ഹൗസിലേക്ക് മടങ്ങുകയും ഇന്ന് രാവിലെ അല്പസമയം മുൻപ് കേരളത്തിലേക്ക് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇടതു പാർട്ടികളും അതോടൊപ്പം തന്നെ BJPയും സ്ഥാനാർത്ഥി നിർണയവും പ്രഖ്യാപനവും അതിവേഗം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിലേക്ക് കടന്നതിനാൽ തന്നെ അതിവേഗം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനുള്ള തീവ്ര ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് തന്നെ തടസ്സമായി നിൽക്കുന്ന ഈ ചർച്ചകൾ, അതായത് സീറ്റ് വിഭജന ചർച്ചകളും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും ഇന്നലത്തോടു കൂടി, ഏറെ സമയമെടുത്തിട്ടാണെങ്കിലും ഇന്നലത്തോടു കൂടി തന്നെ പൂർത്തിയാക്കിയാണ് നേതാക്കൾ ഡൽഹിയിൽ നിന്നും മടങ്ങുന്നത്. വിഷ്ണു, ഇതിപ്പോൾ ഇത്രത്തോളം മണിക്കൂറുകൾ നീണ്ട ചർച്ച നടത്തി എന്ന് പറയുമ്പോഴും ഇപ്പോഴും 5 സീറ്റുകളിൽ ധാരണയായിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഏകാഭിപ്രായത്തിലേക്ക് എത്തിയിട്ടില്ല. കീറാമുട്ടിയായിട്ട് നിൽക്കുന്ന സീറ്റുകൾ ഏതാണ് എന്നാണ് വിഷ്ണുവിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ കണ്ണൂരിലും കോന്നിയിലും കൊച്ചിയിലും പെരുമ്പാവൂരിലുമൊക്കെ ഈ രീതിയിൽ ആരെങ്കിലുടെയും ഒക്കെ പേരുകൾ വെട്ടിനിരത്തപ്പെടുമ്പോൾ കോൺഗ്രസിൽ വീണ്ടും കലാപാന്തരീക്ഷം ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ സ്ഥാനാർത്ഥി മോഹികളായിട്ട് വന്നവരെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അനുനയിപ്പിച്ചേ പറ്റൂ കോൺഗ്രസിന്. അപ്പോൾ നേതാക്കൾ ആ തരത്തിൽ നീങ്ങുന്ന കരുനീക്കങ്ങൾ ഏത് തരത്തിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ലേറ്റസ്റ്റ് വിവരങ്ങൾ പ്രകാരം ഏറ്റവും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് കോന്നിയിലും കണ്ണൂരിലും എംപിമാർ മത്സരരംഗത്തുണ്ടാകുമോ എന്നുള്ളതാണ്. നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം അതിനുള്ള സാധ്യതകൾ എത്രത്തോളമാണ് എന്നാണ് വിഷ്ണുവിന് ലഭിച്ചിരിക്കുന്ന വിവരം. നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ എംപിമാർക്ക് മത്സരിക്കാൻ ഒരു സീറ്റ് നൽകുക എന്നത് ഏറെക്കുറെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഇതെല്ലാം സംബന്ധിച്ച് ഇന്നലെ വലിയ രീതിയിൽ ചർച്ചകൾ നടന്നിരുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തന്നെ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് എംപിമാർക്ക് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സീറ്റുകൾ നൽകേണ്ടതില്ല എന്ന്. എന്നിരുന്നാലും കേരളത്തിൽ നിന്ന് കെ സുധാകരനായാലും അടൂർ പ്രകാശ് ആയാലും എല്ലാം തന്നെ ഇത്തരത്തിൽ കോൺഗ്രസ് നേതൃത്വം
നേതൃത്വത്തിന് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു കാഴ്ചയ്ക്ക് കൂടി നമ്മൾ സാക്ഷ്യം വഹിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലായിരുന്നു വലിയ രീതിയിലുള്ള മറ്റ് തുടർ ചർച്ചകൾക്കെല്ലാം തന്നെ ഈ കോൺഗ്രസിന്റെ ആസ്ഥാനം വേദിയായിട്ടുണ്ടായിരുന്നത്. ഒന്നിലേറെ തവണ, ഏകദേശം അഞ്ചോളം തവണ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗങ്ങളാണ് കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ തന്നെ നടന്നിട്ടുണ്ടായിരുന്നത്. കൂടാതെ 3 തവണ സ്ക്രീനിംഗ് കമ്മിറ്റി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ MP-മാർ മത്സരിക്കുന്ന കാര്യത്തിൽ ഒരു ധാരണയായിട്ടുള്ളത് അവർ മത്സരിക്കേണ്ടതില്ല എന്നതാണ്. പക്ഷേ എന്ത് ഫോർമുലയാണ് കെ സുധാകരൻ അത്തരത്തിൽ മത്സരത്തിൽ നിന്ന് പിന്മാറാൻ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്ന് എന്തായാലും നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാം. അതേസമയം പട്ടാമ്പി പോലെയുള്ള, കണ്ണൂർ പോലെയുള്ള ചില ചർച്ചകൾ വീണ്ടും ആവശ്യമായി വരുന്ന ചർച്ചകളല്ല, ഒരു അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് വേണ്ടി വരുന്ന മണ്ഡലങ്ങൾ മാത്രമാണ് ഇനി പ്രഖ്യാപിക്കാൻ ബാക്കിയുള്ളത് എന്നാണ് കോൺഗ്രസിന്റെ നേതൃത്വം നമ്മളോടെല്ലാം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പക്ഷേ ഈ ലിസ്റ്റ് ഇന്ന് തന്നെ പുറത്തു വരും. അതായത് ആദ്യം ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പോകുന്ന 2ാം ഘട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക, അതിനുശേഷം അവശേഷിക്കുന്ന 5ഓളം മണ്ഡലങ്ങളിലെ ലിസ്റ്റ് എന്നിവ, ഈ 2 പട്ടികയും ഇന്ന് തന്നെ പുറത്തു വരുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വവും വ്യക്തമാക്കുന്നത്.